പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എട്ടുനോയമ്പിൻ്റെ 4-ാം ദിവസമാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ആ ഒരുക്കത്തിൻ്റെ 31-ാം ദിവസം. ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സമയം ഏറ്റവും ഗൗരവമായി ഉപയോഗിക്കാൻ പ്രിയപ്പെട്ടവരെ നാം പരിശ്രമിക്കണം. യേശുക്രിസ്തുവിനെ അറിയാനാണ് ഈ 4-ാം ഘട്ടത്തിൽ നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ധ്യാനിക്കുന്നത് എനിക്ക് വേണ്ടി ദാഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദാഹം അറിയാൻ ശ്രമിക്കുക. എനിക്ക് ദാഹിക്കുന്നു എന്ന്. കുരിശിന്റെ മുകളിൽ കിടന്നുകൊണ്ട് ദിഗന്ധങ്ങൾ പൊട്ടുമാർ ദൈവപുത്രൻ വിലപിച്ചത് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് എന്നുള്ള ബോധ്യം. ആ ദാഹം തീർക്കാൻ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ തീർച്ചയായും സഹായകമാകും. ആ ദാഹം ഏറ്റുവാങ്ങാൻ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷകൾ ഈ ദാഹം ധ്യാന വിഷയമാക്കുന്ന ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടാണ് നാം ക്രമീകരിക്കുന്നത്. 1-ാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഈ സോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായിച്ച് ആത്മാവിനെ സമർപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ തീർത്ഥാടനത്തിൽ 30 ദിവസം നാം പിന്നിട്ടു. 31ാമത് ദിവസമാണ്. അമ്മയുടെ ജന്മപ്പെരുന്നാളിൽ നമ്മെ തന്നെ ആഴമായ ഒരുക്കത്തോടെ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കാനാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് അമ്മയ്ക്ക് ആഹ്ലാദം പകരത്തക്കവണ്ണം സമർപ്പിക്കാനാണ്, നമ്മെ തന്നെ സമർപ്പിക്കാനാണ് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗം കുരിശിലെ അവസാനത്തെ 2 മൊഴികളാണ്. എനിക്ക് ദാഹിക്കുന്നു. 2, എല്ലാം പൂർത്തിയായിരിക്കും. കുരിശിന്റെ മുകളിൽ കിടന്നുകൊണ്ട് അവിടുന്ന് തന്റെ ദാഹം പ്രഖ്യാപിക്കുകയാണ്. ലോകത്തോട് മുഴുവനും, തലമുറകളോട് മുഴുവനും. എന്തിനു വേണ്ടി യേശു ദാഹിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ആഴമായ ധ്യാനത്തിന് വിഷയമാക്കണം. യേശുക്രിസ്തുവിനെ അറിയാൻ വേണ്ടിയാണ്
ഈ ഒരാഴ്ച നാം പരിശ്രമിക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ടി ദാഹിക്കുന്ന യേശുവിൻ്റെ ഹൃദയം ഞാൻ അറിയണം. അവസാനം എല്ലാം പൂർത്തിയായി എന്ന് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ദിഗന്ധങ്ങളെ ആർദ്രമാക്കുന്ന, ചലിപ്പിക്കുന്ന, തലമുറകളെ ഈ കുരിശിലേക്കും രക്ഷയിലേക്കും ക്ഷണിക്കുന്ന, ഒരിക്കലും വറ്റാത്ത അരുവിയായ തന്നിൽ നിന്ന് പാനം ചെയ്ത് എല്ലാവരുടെയും ദാഹം തീർക്കുന്നതിന് വേണ്ടി ആ ഒരു മാർഗം തുറന്നുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. തൻ്റെ ദാഹം മറ്റുള്ളവർ ഏറ്റെടുക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ദാഹം നാം ധ്യാന വിഷയമാക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എനിക്ക് കുടിക്കാൻ തരുക എന്ന് പറയുന്ന യേശുവിനെ നാം കാണും. എന്തിനാണ് കുടിക്കുന്നത്? ദാഹം തീർക്കാനാണ്. പാപിനിയായ ഒരു സ്ത്രീയുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ഒരു വിജാതീയ സ്ത്രീയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് കുടിക്കാൻ തരുക എന്ന് ചോദിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരണം. അവൾക്ക് അത്ഭുതമായി. അവൾ തന്നെ പറയുന്നുണ്ട്, യഹൂദരും സമരിയക്കാരും തമ്മിൽ ബന്ധമില്ലാതെ കഴിയുന്നവരാണ്. നട്ടുച്ചയ്ക്കാണ്, 6-ാം മണിക്കൂറിലാണ് ഈ സ്ത്രീയെ കിണറ്റിൻകര വെച്ച് കണ്ടുമുട്ടുന്നു. സാധാരണ എല്ലാവരും ഭക്ഷണം പാചകം ചെയ്ത് വിളമ്പുന്ന അവസരത്തിലാണ് ഈ സമരിയക്കാരി സ്ത്രീ കിണറ്റിൻകരയിൽ വെള്ളം കോരാൻ വരുന്നത്. യഥാർത്ഥത്തിൽ അവളുടെ അവസ്ഥ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ഒരുവളാണ്. അവളോട് യേശു വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു, ദാഹജലം ചോദിക്കുന്നു. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവളിൽ നിന്ന് വെള്ളം വാങ്ങി യേശു കുടിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവളുടെ ദാഹം തീർക്കാനുള്ള മാർഗം യേശു പറഞ്ഞു കൊടുക്കുകയും അവൾ ഈ യേശുവാകുന്ന ജീവന്റെ അരുവിയിൽ നിന്ന്, ഈ കിണറിൽ നിന്നും അവൾ പാനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജീവന്റെ ജലം തനിക്ക് വേണം എന്ന് പറയുമ്പോൾ, ഒരിക്കലും ദാഹിക്കാത്ത ജലം തനിക്ക് വേണം എന്ന് പറയുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അവൾ വളരെ പ്രകടമായി അവൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയും. ഇവിടെ ഈ ലോകത്തിന്റെ ജലം കുടിക്കുമ്പോൾ നമ്മുടെ ദാഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെ ദാഹം വർദ്ധിക്കുകയാണ്. അതിനോടുള്ള അവളുടെ പ്രതികരണം, അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്കും തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അക്ഷരാർത്ഥത്തിലാണ് അവളത് കാണുന്നത്. ഒളിച്ചും പാത്തും വെള്ളം കോരാൻ വരുന്ന ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു ജോലി ഒഴിഞ്ഞു കിട്ടിയാൽ വളരെ സഹായകമാണ്. അപ്പോൾ യേശു പറഞ്ഞു, നിനക്ക് വെള്ളം തരില്ല എന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അത് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ഒരു താക്കോൽ പഴുതിടുകയാണ് യേശു ചെയ്തത്. അത് അവളെ സ്പർശിച്ചു, അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. അവളുടെ പാപാവസ്ഥ, അവളായിരിക്കുന്ന അവസ്ഥ അവൾ വെളിപ്പെടുത്തി. എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ എന്റെ ഭർത്താവൻ. അവളുടെ ജീവിതാവസ്ഥ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല. അപ്പോൾ അവൾ പറയുന്നത്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ യേശുവിനെ അവൾ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചു. പ്രഭു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരംഭത്തിൽ ഒരു യഹൂദൻ, താനുമായി ബന്ധപ്പെടാൻ പാടില്ലാത്ത ഒരു യഹൂദനായി, പിന്നീട് ഒരു സാധാരണ മനുഷ്യനായി, ഇപ്പോൾ പ്രവാചകനായി യേശുവിനെ തിരിച്ചറിഞ്ഞു. അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം യെരൂശലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ യെരൂശലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. ഇവിടെ അതിന്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കുന്നു. ആരാധനയുടെ ഒരു പൂർത്തീകരണം തന്നിലൂടെയാണ് നിറവേറാനുള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാം പൂർത്തിയാക്കാൻ വന്നവൻ. അപ്പോൾ ഇവിടെ അവൾ ഉണ്ടാകുന്ന മാറ്റം, ആ സ്ത്രീ പറഞ്ഞു, മിശിഹ വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. തന്നെ ക്രിസ്തുവായി തിരിച്ചറിഞ്ഞു. യേശു ക്രിസ്തുവിനെ ക്രിസ്തുവായി തിരിച്ചറിഞ്ഞു. അവന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവനൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്ത് ചോദിക്കുന്നുവെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നുവെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്നു കാണുവീൻ. ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്ത് വന്നു. ഇവിടെ വെള്ളം കോരാൻ വന്ന ശമറിയക്കാരി സ്ത്രീ കിണറിന് കരയിൽ കുടം വെച്ചിട്ട് പട്ടണത്തിലേക്ക് താൻ കണ്ടെത്തിയ ആ ഒരു കുളിർമയുടെ അനുഭവം നൽകിയ ഈ കിണറിനെ സംബന്ധിച്ച് സംസാരിക്കാൻ, യേശുക്രിസ്തുവാകുന്ന ഈ ജീവന്റെ അരുവിയെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് പോയത്. ഇവിടെ നാം ഓർമ്മിക്കണം, ഈ കിണറിനോട് ചേർത്ത് കുടം വെച്ചു എന്ന് പറയുമ്പോൾ യേശുവാകുന്ന കിണറിനോട് ചേർത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഞാനാകുന്ന കുടം ചേർത്ത് വയ്ക്കണം, യേശുവിനോട് ചേർത്ത് വയ്ക്കണം എന്നുള്ളതാണ്. അതിന് നാം തയ്യാറാകുന്നത് യേശു ക്രിസ്തുവിനെ നാം തിരിച്ചറിയുമ്പോഴാണ്. അവിടുത്തെ ദാഹത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ്. നമുക്ക് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു ഇതിൽ നിന്നും നാം ഒരു ദാഹം ഉൾക്കൊള്ളണം. ആ ദാഹം എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് ഈ യേശുക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കാൻ, മറ്റുള്ളവരോട് യേശുക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കാൻ.
ഈ വിശ്വാസത്തിലേക്ക് അവരെ നയിക്കാൻ വേണ്ടിയുള്ള ഒരു ദാഹം, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം. നമുക്ക് ആരുടെയും ദാഹം തീർക്കാൻ സാധിക്കില്ല, പക്ഷേ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ആ സ്ത്രീ ചെയ്തത്. അവളൊരു ദാഹമുണ്ടായി. എന്റെ ദാഹം തീർത്തവന്റെ അടുത്തേക്ക് ദാഹിച്ചു കഴിയുന്ന മറ്റുള്ളവരെ കൊണ്ടുവരണമെന്നുള്ള ആ ഒരു ദാഹം അവൾക്കുണ്ടായി. ആ ദാഹം അവൾ ഏറ്റുവാങ്ങി. അവൾ പട്ടണത്തിലേക്ക് പോയി യഹൂദരെയും കൂട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്നു കാണുവീൻ, ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്ത് വന്നു. ഇവിടെ സ്ത്രീ പറഞ്ഞത് കൊണ്ടല്ല അവർ വിശ്വസിച്ചു, അവർ യേശുവിന്റെ അടുത്ത് വന്ന് അവരനുഭവം അവർക്കുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. ഇങ്ങനെയാണ് ഒരു ഓളം അനേകം ഓളം ഉണ്ടാക്കുന്നത് പോലെ എന്നിൽ ഉണ്ടാകുന്ന ഒരു ദാഹശമനം മറ്റുള്ളവരിൽ യഥാർത്ഥത്തിൽ അവരുടെ ദാഹം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദാഹമായി രൂപാന്തരപ്പെടുക. പ്രിയപ്പെട്ടവരെ, മദർ തെരേസായുടെ കോൺവെന്റുകളിൽ ചെന്നാൽ നാം എപ്പോഴും ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ചിത്രത്തിൽ താഴെ എനിക്ക് ദാഹിക്കുന്നു. 1993 വിശുദ്ധ മദർ തെരേസ സിസ്റ്റേഴ്സിന് എഴുതി, എല്ലാവരും മറക്കുന്ന കുരിശിലെ നിലവിളിയെ പറ്റി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളിൽ പലരും യേശുവിനെ നേർക്കുനേർ കണ്ടിട്ടില്ല എന്നത് എന്നെ ദുഃഖിപ്പിക്കുന്നു. എത്രമാത്രം സ്നേഹവായ്പോടെയാണ് ക്രൂശിതൻ നിങ്ങളെ നോക്കുന്നതെന്ന് നിങ്ങളുടെ ആത്മാവിന്റെ ദൃഷ്ടിയിലൂടെ നിങ്ങൾ കാണുന്നുണ്ടോ? യേശു നിങ്ങൾക്കായി കാത്തിരിക്കുന്നു, നിങ്ങൾക്കായി ദാഹിക്കുന്നു, നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്നു. സ്നേഹത്തിന് അർഹരല്ലെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളെ എന്നും സ്വീകരിക്കുന്ന ഒരേ ഒരു വ്യക്തി യേശു മാത്രമാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നതിനായി നിങ്ങൾ വ്യത്യസ്തരാകണമെന്നില്ല. വിശ്വസിക്കൂ, നിങ്ങൾ യേശുവിന് വിലപ്പെട്ടവരാണ്. നിങ്ങളുടെ സകല വേദനകളും അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കുക. തുടർന്ന് മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളത് ഒരു ഭൂതകാല മൊഴിയല്ല, ഇന്നിൻ്റെതാണ്. നിങ്ങളോട് പറയുന്ന ജീവസുറ്റ വചസ്സാണ് എനിക്ക് ദാഹിക്കുന്നു എന്നത്. ഇവിടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആഴമേറിയ ഒന്നാണ് എനിക്ക് ദാഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആഴമേറിയ അർത്ഥം നൽകുന്ന ഒന്നാണ് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളത്. പരിശുദ്ധ മറിയം ശിഷ്യനായ യോഹന്നാനോടും ഭക്തയായ മഗ്ദലനയോടും ചേർന്ന് ആദ്യമായി യേശുക്രിസ്തുവിന്റെ നിലവിളി കേട്ടു. യേശുക്രിസ്തുവിന്റെ നിലവിളി കേട്ടു, എനിക്ക് ദാഹിക്കുന്നു. പരിശുദ്ധ അമ്മ കാൽവരി മലയിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് നമ്മെ ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് കുറെ കൂടി അമ്മയ്ക്ക് ബോധ്യമായി. യേശുവിന് എന്നോടുള്ള അവർണ്ണനീയമായ സ്നേഹം അറിയുകയാണ് എൻ്റെ ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യം. മറിയത്തോടൊപ്പം യോഹന്നാനും. യോഹന്നാൻ എന്തുകൊണ്ട് സാധ്യമായി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പരിശോധിക്കണം. മഗ്ദലനെ സംബന്ധിച്ചും മഗ്ദലന യേശുക്രിസ്തുവിൽ നിന്ന് അത്രമാത്രം സ്നേഹം സ്വീകരിച്ചു. തന്റെ പാപാവസ്ഥ അത്രമാത്രം വലുതായിരുന്നു എന്ന് കർത്താവ് അത്രമാത്രം കാരുണ്യം കാണിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ആ ദാഹം മനസ്സിലാക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നു. യോഹന്നാൻ ശ്ലീഹ ഈ കുരിശിന്റെ ചുവട്ടിൽ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദാഹം ഉൾക്കൊണ്ടു.
അതിനൊന്നാമതായി അതിനുള്ള അടിസ്ഥാനം യേശു ക്രിസ്തുവിന്റെ മാറിടത്തിൽ ചാരിക്കിടന്നുകൊണ്ട് ആ ഹൃദയത്തിന്റെ ഭാവം, ഹൃദയത്തിന്റെ ദാഹം യോഹന്നാൻ മനസ്സിലാക്കി എന്നുള്ളതുകൊണ്ട്. യോഹന്നാൻ തന്റെ ബുദ്ധിയും തന്റെ മനസ്സും, മഹാപണ്ഡിതനായിരുന്നു യോഹന്നാൻ. തന്റെ ബുദ്ധിയും തന്റെ മനസ്സും തന്റെ ഹൃദയവും തന്റെ അസ്തിത്വം തന്നെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ആ ഹൃദയത്തിന്റെ മിടിപ്പുകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഒന്നായിരുന്നു യോഹന്നാന്റെ ജീവിതം. അതുകൊണ്ട് 1 യോഹന്നാൻ 4:16 അവസാനം വരെ യോഹന്നാൻ പറയാനുണ്ടായിരുന്നത് ഈ സ്നേഹത്തെ പറ്റി മാത്രമാണ്. അതുകൊണ്ട് ജീവിതാന്ത്യത്തിലും എഴുതി, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ നാം വിശ്വസിക്കുകയും ചെയ്തിരിക്കും. ഇവിടെ എനിക്ക് വേണ്ടി ദാഹിക്കുന്നു എന്നത് അവിശ്വസനീയമായ ഒന്നായി നമുക്ക് തോന്നാം. എന്റെ പാപാവസ്ഥ, ദൗർബല്യങ്ങൾ, എന്റെ വീഴ്ച, എന്റെ കുറവുകൾ തന്നെയാണ് യേശു നമ്മെ സ്നേഹിക്കാൻ മുഖ്യ കാരണമായത്. കാരണം സുഖമുള്ളവരെ തേടിയല്ല യേശു വന്നത്, രോഗികളെ തേടിയാണ് വന്നത്, പാപികളെ തേടിയാണ് വന്നത്. ഏറ്റവും ദയനീയമായ അവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി യേശു കൂടുതൽ തീവ്രമായി ആഗ്രഹിക്കുന്നു, ദാഹിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും വലിയ പാപിക്ക് വേണ്ടി ഏറ്റവും വലിയ ദാഹം. അപ്പോൾ യേശുവിൻ്റെ ഈ ദാഹം അവിടുത്തെ സ്നേഹം തന്നെയാണ്, അനന്തമായ അവിടുത്തെ സ്നേഹം തന്നെയാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കാം. എനിക്ക് ദാഹിക്കുന്നു എന്ന മൊഴി കേട്ട് നമ്മുടെ ഹൃദയം ഉരുകണം. എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള സ്വരം കേട്ട് എൻ്റെ ഹൃദയം ഉരുകണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഈ ദാഹം പൂർണ്ണമായും ഏറ്റെടുത്തവളാണ്. യേശുക്രിസ്തുവിന്റെ ദാഹം അതിന്റെ പൂർണ്ണതയിൽ ഏറ്റെടുത്തവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അന്നു മുതൽ ഇന്നുവരെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അമ്മ ഇങ്ങനെ തിരക്കോടെ കർമ്മനിരതയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമായി ഈ അമ്മ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്, അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം ആത്മാക്കളോടുള്ള ദാഹത്തിന്റെ അടയാളങ്ങളായിട്ടാണ് നാം കാണുന്നത്. തന്റെ മക്കളാണ്, തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ദാഹം, അവരുടെ മടങ്ങിവരവിന് വേണ്ടിയുള്ള ഒരു ദാഹം. ഈ ദാഹം ഏറ്റെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ദാഹം തീർക്കുന്നതിന് നമ്മുടെ ഓരോരുത്തരുടെയും മാനസാന്തരം അവിടുന്ന് ആഗ്രഹിക്കും. യേശുവിനുള്ള സ്നേഹം കൊണ്ട് നാം ഓരോരുത്തരും നിറയണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിനാവശ്യമാകുന്ന കൃപ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മുമ്പിലെ ഹൃദയത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. ഈ അമ്മയിൽ കവിഞ്ഞൊഴുകുന്ന യേശുക്രിസ്തുവിന്റെ ഈ ദാഹം നമ്മളിലേക്കും പ്രവഹിച്ച് നാം ഓരോരുത്തരും തീഷ്ണതയുള്ള പ്രേക്ഷിതരായി തീരട്ടെ, സാക്ഷികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. മറിയത്തിന്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ
അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യഥാർത്ഥ മരിയഭക്തി ഖണ്ഡിക 90. 5 മൗലിക സത്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് തുടരാം. ശരിയെന്ന് തോന്നാവുന്ന അബദ്ധപൂർണമായ അനവധി ഭക്തി അഭ്യാസങ്ങൾ പണ്ടൊരിക്കലും കാണപ്പെട്ടിട്ടില്ലാത്ത വിധം പ്രചാരത്തിലിരിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് ഇക്കാലത്ത് യഥാർത്ഥ മരിയഭക്തി തിരഞ്ഞെടുക്കുവാൻ നാം കഠിനാധ്വാനം ചെയ്യണം. മിനുക്കുപണികളിൽ അതീവ സമർത്ഥനും പരിചയസമ്പന്നനുമായ ഒരു കള്ളനാണയ നിർമ്മാതാവിനെ പോലെ കുടിലനും വഞ്ചകനുമായ പിശാച് പരിശുദ്ധ കന്യകയോടുള്ള അയഥാർത്ഥ ഭക്തി വഴി പലരെയും ചതിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ ആ കുടിലതന്ത്രം ഇന്നും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെ പ്രചോദിപ്പിക്കുന്ന ചില ബാഹ്യ ആചാരങ്ങൾ കൊണ്ടും ഏകാഗ്രത ഇല്ലാതെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ കൊണ്ടും അവരെ തൃപ്തരാക്കി വഞ്ചിക്കുന്നു. അങ്ങനെ പാപാവസ്ഥയിൽ ഉറങ്ങുവാൻ വേണ്ടി അവൻ താരാട്ടുപാടുകയും അതിൽ അവർക്ക് മൂഢമായ ഒരു ആഹ്ലാദം നൽകുകയും ചെയ്തുകൊണ്ട് അവരെ നിത്യനാശത്തിലേക്ക് വീഴ്ത്തുന്നു. ഒരു കള്ളനാണയ നിർമ്മാതാവ് പൊന്നോ വെള്ളിയോ അല്ലാത്ത നാണയങ്ങളിൽ വളരെ ചുരുക്കമായിട്ടേ തട്ടിപ്പ് നടത്താറുള്ളൂ. കാരണം അവയിൽ കളവ് കാണിക്കുക മിക്കപ്പോഴും ലാഭകരമല്ല. അതുപോലെ പിശാച് യേശുവിനോടും മറിയത്തോടുമുള്ള ഭക്തിയിൽ, ദിവ്യകാരുണ്യ ഭക്തിയിലും ദൈവമാതൃ ഭക്തിയിലും മാത്രമേ സാധാരണയായി തന്റെ കാപട്യങ്ങൾ പ്രയോഗിക്കാറുള്ളൂ. മറ്റു ഭക്തകൃത്യങ്ങളെ കളങ്കപ്പെടുത്തുവാൻ മിക്കവാറും അവൻ ശ്രമിക്കാറില്ല. കാരണം സ്വർണവും വെള്ളിയും മറ്റു ലോഹങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാകുന്നതുപോലെ ദിവ്യകാരുണ്യ ഭക്തിയും മരിയ ഭക്തിയും മറ്റു ഭക്തകൃത്യങ്ങളെക്കാൾ വിശിഷ്ടതരമാണ്. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നു നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. എന്നെ പ്രതിയുള്ള യേശുക്രിസ്തുവിന്റെ അടങ്ങാത്ത ദാഹത്തെ ഗ്രഹിക്കാൻ എന്റെ ഹൃദയത്തെയും എന്റെ മനസ്സിനെയും തുറക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിൽ ആ ദാഹത്തിന് ശമനം നൽകാൻ തക്കവണ്ണം ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. ഈ കൃപകൾ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖമാരുടെ കാവലും എന്റെ വാത്സല്യഭാജനങ്ങളെ ഞങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.